നമ്മള് അൽഫോൻസമ്മയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ അൽഫോൻസമ്മ നമുക്ക് തരുന്ന ചില നല്ല വശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഇന്ന് ചേച്ചി എന്റെ കുട്ടികളോട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ അൽഫോൻസമ്മ പറയുന്നു മൗനം പാലിക്കാൻ, കുറേശ്ശെ സംസാരിക്കാൻ. നമ്മൾ പണം വിനിമയം ചെയ്യില്ലേ, അതുപോലെ സംസാരിക്കാൻ പാടുള്ളൂ അത്രേ, അല്ലാതെ സംസാരിക്കരുതെന്ന്. പ്രഭാഷകന്റെ പുസ്തകം 32 അധ്യായം 7-8 തിരുവാക്യങ്ങളിൽ പറയുകയാണ്, ആവശ്യം വന്നാലേ സംസാരിക്കാവൂ, അതും ഒന്നിലേറെ തവണ നിർബന്ധിച്ചാൽ മാത്രം. ഒതുക്കി പറയുക, കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക, അറിവുള്ളവനും എന്നാൽ മിതഭാഷിയും ആയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളോട് പറയാണ്, അൽഫോൻസമ്മ നമ്മെ പഠിപ്പിക്കുന്ന അടുത്തൊരു പോയിന്റാണ്. അപ്പൊ ആദ്യം പറഞ്ഞു മൗനം പാലിക്കുക, കുറേശ്ശേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന്. രണ്ടാമത് പറയുന്ന ഒരു കാര്യമാണ്, അൽഫോൻസമ്മയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം പറയാണ്. അവിടെ സിസ്റ്റേഴ്സ് എന്തോ ഒരു കൊച്ചു പ്രശ്നം അവരുടെ ഭവനത്തിലുണ്ടായി അത്രേ. അപ്പൊ അൽഫോൻസമ്മ മദർ വന്ന്, ഉർസലാമ എന്ന് പറയുന്ന മദർ അവിടെ വഴക്കു പറയുകയാണ്. എല്ലാവരും ആരാണിത് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അൽഫോൻസമ്മ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി, കാരണം കർത്താവിന്റെ ദാസർ കലഹപ്രിയരായിരിക്കരുത്, അൽഫോൻസമ്മ ഉടനെ തന്നെ അതിന്റെ മധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു അത്രേ, ഞാനാണിത് ചെയ്തത്, ഞാനാണ് ആ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് പരസ്യമായി അവർ മാപ്പ് പറഞ്ഞു അത്രേ. ആ പ്രശ്നം അവിടെ അവസാനിച്ചു. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഒരു ദിവസം അവിടെ ഒരു പഴം കാണുന്നില്ല, ആരെടുത്തു ഈ പഴം എന്ന് വീണ്ടും ഒരു ചർച്ചാ വിഷയമായി. അത് വലിയ കലഹത്തിനും സംസാരത്തിനും വിഷയമാകും എന്നായപ്പോൾ അൽഫോൻസമ്മ ഉടനെ കടന്നു വന്ന് പറഞ്ഞു അത്രേ, ഞാനാണതെടുത്തതെന്ന്. ആ പ്രശ്നം അവിടെ തീർന്നു. പിറ്റേ ദിവസം ഇവര് നോക്കുമ്പം അടുക്കളയുടെ ഒരു മൂലയില് ആ പഴം എലി കരണ്ട് തിന്നുകൊണ്ട് പകുതി ഭാഗം ഇല്ലാതായിക്കൊണ്ട് അത് അവിടെ കിടക്കുന്നു. അൽഫോൻസമ്മ തെറ്റ് ചെയ്തിട്ടേ ഇല്ല. പക്ഷേങ്കിൽ അത് പലരായിട്ട് കണ്ടു, എല്ലാവർക്കും വിഷമമായി. അങ്ങനെ എന്ത് കൊച്ചു കൊച്ചു കാര്യങ്ങള് ആ മഠത്തിന്റെ അന്തരീക്ഷത്തിൽ വന്നാലും കലഹം ഒഴിവാക്കാൻ വേണ്ടി അൽഫോൻസമ്മ അത് സ്വയം ഏറ്റെടുക്കുമായിരുന്നു. അപ്പോ ആരാണോ തെറ്റ് ചെയ്തത് ആ വ്യക്തി അൽഫോൻസമ്മയുടെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് സോറി പറയുമായിരുന്നു അത്രേ. ഹല്ലേലൂയ. അവരുടനെ മറ്റൊരു വ്യക്തിയായി തീരുകയാണ് ഇവരുടെ ആ നല്ല വശം കണ്ടുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കാളശ്ശേരി പിതാവ്, ആ പിതാവ് അൽഫോൻസമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിതാവ് വന്നപ്പം പിതാവിന് ഇരിക്കാൻ വേണ്ടി ഒരു ചെയറിട്ട് കൊടുത്തു. പിതാവ് ഉടനെ തന്നെ അൽഫോൻസമ്മയെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടല്ലോ, അൽഫോൻസമ്മയോട് പറഞ്ഞു അതിനകത്ത് കയറിയിരിക്കാൻ. ആ പാവം ഉടനെ തന്നെ അനുസരിച്ചുകൊണ്ട് അതിനകത്ത് കയറിയിരുന്നു. അപ്പം കാളശ്ശേരി പിതാവ് എന്തൊരു അഹങ്കാരം, അവരെ കസേരയിൽ കയറിയിരുന്നു എന്ന് പറഞ്ഞു എന്ന് കുറ്റപ്പെടുത്തി. ഇവരവിടെ ഇരുന്ന് ഉരുകിപ്പോയിരുന്നു. പക്ഷെ അവര് അതിന് മറുത്തൊന്നും പറയാതെ അവരവിടെ നിന്ന് എഴുന്നേറ്റു. ഓരോ പ്രാവശ്യവും അൽഫോൻസമ്മ ആ മഠത്തിന്റെ ഉള്ളിൽ എത്രമാത്രം വിനീതമായൊരു ജീവിതം നയിക്കാൻ പറ്റുമോ അങ്ങനെ നയിച്ചിരുന്നു അത്രേ. അവരുടെ റൂമില് അവർക്ക് സുഖമില്ലാതെ കിടന്നപ്പം ചാവറ പിതാവ്, കൊച്ചുത്രേസി പുണ്യവതി അവരോടൊക്കെ മാധ്യസ്ഥം അപേക്ഷിച്ചിട്ട് അവര് ഈ റൂമിലേക്ക് കടന്നു വന്ന് ഇവരോട് സംസാരിക്കുന്നത് ഉർസലാമയ്ക്ക് കാണാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ആരാണെന്ന് ഉർസലാമ കണ്ടിട്ടില്ല. പിന്നീട് ആണ് അത് ചാവറ പിതാവാണ് അവിടെ വന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അത്രേ. എല്ലാം കൊണ്ടും പെരുമാറുന്ന ഓരോ പെരുമാറ്റങ്ങളിലും വളരെ വിശുദ്ധ ജീവിതം നയിക്കുകയായിരുന്നു അൽഫോൻസമ്മ. അൽഫോൻസമ്മ നമ്മോട് പറയുന്നു, നീ വിശുദ്ധയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വർഗത്തിലേക്ക് പോകാൻ നീ ആഗ്രഹിച്ച് കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചില മാർഗങ്ങൾ ഉപയോഗിക്കണം. ആ മാർഗങ്ങളിൽ ആദ്യത്തെ മാർഗമാണ് കർത്താവിന്റെ വിശുദ്ധിയിലേക്ക് പങ്കുകാരാവുക എന്നത്. ആ വിശുദ്ധിയുടെ പടവിലേക്ക് ദൈവം എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെൻ. ആ പരിശുദ്ധിയിലേക്ക് ദൈവം എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരട്ടെ എന്ന് ഏറ്റവും എളിമയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.